താങ്ക് യു. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുന്നി ലയനം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. സമ്പൂർണ്ണ ലയനമാണ് വേണ്ടതെന്നും സാങ്കേതികമായ വിഷയങ്ങൾ പരിഹരിക്കണമെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. പാണക്കാട് കുടുംബത്തെ മാറ്റി നിർത്തിയുള്ള ലയനം സുന്നികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നു കൂടി പറഞ്ഞിട്ടുണ്ട്. പാണക്കാട് കുടുംബം നിർവഹിക്കേണ്ട നേതൃത്വപരമായ കാര്യങ്ങൾ ചെയ്യണമെന്നും സമ്പൂർണ്ണ ലയന സമയത്ത് പ്രഖ്യാപനവും മധ്യസ്ഥതയും പാണക്കാട് കുടുംബത്തിനാവണമെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. സുന്നികൾ ഐക്യപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മാനസികമായിക്കൊണ്ടുള്ള പരസ്പരം സഹകരിക്കണമെന്ന് എല്ലാവരുടെയും മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. സാങ്കേതികപരമായ ചില വിഷയങ്ങളുണ്ട്, അതുകൂടി പരിഹരിക്കപ്പെട്ട ലയിക്കാവുന്നതേ ഉള്ളൂ. സമ്പൂർണ്ണമായിക്കൊണ്ട് ലയനം വേണം. പക്ഷെ ഇവിടെ ലയനവും ഐക്യവും ഒക്കെ പറയുമ്പോഴും ഇവിടെ മാറ്റി നിർത്തപ്പെടുക എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിൽ ബന്ധപ്പെടണ്ട എന്നോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബം ഇതിൽ സഹകരിക്കേണ്ട എന്നോ പറയുന്നത് വീണ്ടും ഒരു പിളർപ്പിലേക്കുള്ള ഒരു ധ്വനിയാണ്. അതുണ്ടാകാൻ പാടില്ല. സുന്നികൾ ലയിക്കുന്ന സമയത്ത് പാണക്കാട് കുടുംബവും അതിന്റെ അവർ നിർവഹിക്കേണ്ട നേതൃത്വപരമായ പങ്ക് അവർ തന്നെ നിർവഹിക്കണം. അത് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത് സമ്പൂർണ്ണ ലയനം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ പ്രഖ്യാപനവും അതിനൊരു മധ്യസ്ഥനുമാവും ഉണ്ടാവേണ്ടത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ്ദങ്ങളാണ്. ആ നിലയ്ക്ക് തന്നെ ഇന്ന് പാണക്കാട് വലിയ തങ്ങൾ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ്ദങ്ങളാണ്. അദ്ദേഹത്തെ മധ്യസ്ഥനാക്കുകയോ ആക്കാതിരിക്കുകയോ അതൊക്കെ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നിർവഹിക്കേണ്ട കാര്യമാണ്. പക്ഷെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ലയനം കേരള സുന്നികൾക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാവുന്നതല്ല. അവർ കൂടി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ലയനമാണ് കേരളത്തിലെ സുന്നി കേരളം ആഗ്രഹിക്കുന്നത്. എ കെ അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എ കെ അഭിലാഷ്, അത്തരത്തിലൊരു ലയനത്തെക്കുറിച്ച് ആശങ്ക പാണക്കാട് കുടുംബത്തിൽ നിന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ്. കാരണം ലയനം പാണക്കാട് കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ടാണെങ്കിൽ ലീഗ് അനുകൂലികളായ സമസ്തയിലെ ഒരു വിഭാഗത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലയിക്കുകയാണെങ്കിൽ ഇതുവരെ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന ഈ AP വിഭാഗവും ലീഗിനോടൊപ്പം UDF-നോടൊപ്പം ഉറച്ചു നിൽക്കുന്ന വലിയ ഭൂരിപക്ഷമുള്ള EK വിഭാഗവും അത് പിന്നീട് രാഷ്ട്രീയ വഴി ഏതായിരിക്കുമെന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ പാണക്കാട് കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ലയനത്തെ ലീഗ് അനുകൂലികളായ സമസ്ത വിഭാഗത്തിലെ നേതാക്കൾ എതിർക്കുന്നുണ്ട്, ആശങ്കയോടുകൂടിയാണ് കാണുന്നത്, അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, വളരെ ഗൗരവമുള്ള പരാമർശമാണ് ഇത് എന്നുള്ളതാണ്. കാരണം പാണക്കാട് കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലെ ലയന ഐക്യ സന്ദേശം അല്ലെങ്കിൽ ഐക്യ ചർച്ചകളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്ക. നേരത്തെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ റിപ്പോർട്ട് TVയിലൂടെയും അതിനു മുമ്പും ഒക്കെ ഐക്യ സന്ദേശം പറയുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പാണക്കാട് കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ലീഗ് വിരുദ്ധ ചേരിയാണ് ഇത്തരത്തിൽ ചർച്ചകൾക്ക് മുൻകൈയെടുക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു ഐക്യമുണ്ടാകുകയാണെങ്കിൽ പാണക്കാട് കുടുംബത്തിലുള്ള തങ്ങളായിരിക്കും ഇത് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ മധ്യസ്ഥ വഹിക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. ആ തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നാസർ ഫൈസി പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ മറ്റൊരു ഭിന്നതയ്ക്ക് അല്ലെങ്കിൽ ഭിന്നിപ്പിനുള്ള ഒരു അവസരം ഒരുക്കുന്നു എന്നതാണ്. കാരണം ഒരു ഭാഗത്ത് സുന്നി ഐക്യം എന്നുള്ള സന്ദേശം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വീണ്ടും ഒരു പിളർപ്പിലുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നേതൃത്വം ചെയ്യുന്നതെന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരുന്നു. ഏതായാലും പാണക്കാട് തങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഐക്യ സന്ദേശം ഒരു കാരണവശാലും നടക്കില്ല. അത് മുസ്ലിം സമൂഹമോ സുന്നി സമൂഹമോ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ സുന്നി ഐക്യം എന്നുള്ള സന്ദേശം പകരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ചില ആശങ്കകൾ കൂടിയും ഈ മുസ്ലിം ലീഗ് അനുകൂലിയുടെ ഭാഗത്ത് ഉയർന്നു വരുന്നതെന്നുള്ള ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. അരുൺ, താങ്ക് യു. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും ഐക്യമെല്ലാം നടക്കണം. ഐക്യത്തോടു കൂടിയാണല്ലോ മനുഷ്യർ പോകേണ്ടത്. അതിനകത്ത് എന്താ തർക്കമുള്ളത്? SNDP NSSന്റെ ഐക്യം നമ്മൾ കുറച്ച് സംശയത്തോടു കൂടിയാണ് കണ്ടത്. കാര്യം അതിലൊരു വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഐക്യപ്രഖ്യാപനം വന്നപ്പോഴാണ്. ഐക്യം ആരെങ്കിലും ഒഴിവാക്കാനാവും, ഐക്യം ചേർത്ത് പിടിക്കാൻ വേണ്ടിയാവണം, അല്ലേ? പിളർന്നു പോയവർ തിരിച്ചു വരട്ടെ.